ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്ത്യൻ മാക്സ് 9 ഇല്ലേ, പുതിയ അപ്ഡേറ്റ് വന്നു. അപ്ഡേറ്റ് എന്നിട്ട് ഒരു മാസം കഴിഞ്ഞു. രണ്ടാം വീഡിയോ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റോറി വീഡിയോയിൽ നമ്മൾ ടാർസൻ്റെ കാർ വെച്ചിട്ടാണ് ചടിക്കാൻ പോണേ. ഫസ്റ്റ് നമ്മൾ സഞ്ചരിടാ വേടാ. ഓക്കെ ഗൈസ്, നമുക്കിപ്പോൾ വണ്ടി കയറാം. നമുക്കപ്പോൾ വണ്ടി തെറിപ്പിക്കാം. ഈ റേസ് എന്തായാലും ഞാൻ തന്നെ ജയിക്കാൻ പോണു, സംശയമില്ല. അത് സഞ്ജയ്, എല്ലാവരെയും ഒന്നും റേസിലെടുക്കാൻ പറ്റത്തില്ല, അതായത് ജയിപ്പിക്കാൻ പറ്റത്തില്ല. ഈ 3 കാറ് അല്ല ജയിക്കുന്ന നോക്കണം. ഓ, നിന്റെ വണ്ടി തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. ഇതെങ്ങോട്ടാ പോണ്? അയ്യോ, ഇതേ പോണ് പോലെ. ബെസ്റ്റി ഇതേ പോണ്. ഇനിയിപ്പോൾ മൂമ്പിയില്ലേ, എനിക്കെന്തിൻ്റെ കടായിരുന്നു? മലയാളത്തിൽ പറഞ്ഞല്ലോ വേണ്ട വേണ്ട. എൻ്റെ അമ്മച്ചി നടുഒടിഞ്ഞു. അടുത്തതാരാ? ഈ ദീപക് തന്നെ അല്ലാണ്ടായി ഇപ്പം എഴുതരാം. ഓക്കെ ഗൈസ്, ഇവിടെ ഞാനില്ലേ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ദീപക്ക് വേഗം നീ എൻ്റെ അനിയനേതുകൊണ്ടാ. ഇതെന്തത്? എൻ്റെ അവിടെ സ്റ്റക്കായല്ലോ. കേറ് കേറ് കേറട്ടങ്ങള് കേറട്ടങ്ങള്. ഈ ടാർസൻ്റെ കാർ ശ്രദ്ധിക്കോ? ഇല്ല ശ്രദ്ധിച്ചൊന്നുമില്ല. ഇതെങ്ങോട്ടാ പോണ്? അയ്യോ ഈശ്വരാ, ചാവല്ലേ. നമുക്ക് പതുക്കെ പോയാൽ മതിട്ടോ, ഒരു ധൃതിയില്ല. ഗോസ്ലോ ആൻഡ് ദ വിൻ ദ റേസ് അങ്ങനെയാണല്ലോ. അവിടെ ഇടിഞ്ഞ മുമ്പിൽ തലയൊന്നും കൊണ്ടില്ല കേട്ടോ. വണ്ടിയുടെ എല്ലാ പാർട്സും തെറിച്ചു പോയി. ഞാൻ നോക്കുമ്പോൾ വണ്ടി കറങ്ങിട്ട പോലെ പോവുക. ആക്സിലേറ്റർ ചവിട്ടി പിടിച്ചേക്കായിരുന്നില്ലേ. എൻ്റെ രണ്ടാമത്തെ ഡോറും പോയല്ലോ. അയ്യോ, വണ്ടിയുടെ ഒരയുണ്ട്. അതേ പൊന്നെ, ഞാൻ ആക്സിലേറ്റർ ഒന്നും കൊടുക്കണില്ല, ഞാൻ വെറുതെ പോണതാ. അമ്മച്ചി, ഇവിടെ നമുക്ക് ബ്രേക്ക് കൊടുക്കാം. ബ്രേക്ക് പതുക്കെ പോയാൽ മതി. ബ്രേക്ക് കൊടുത്തിട്ട് രക്ഷയില്ലല്ലോ. അയ്യോ, രക്ഷയില്ല, ഞാൻ ചത്തില്ലേ. പതുക്കെ പോയാൽ മതി, ഒരു ധൃതിയില്ല. അവിടെയാണ് നമുക്ക് ലാൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ജയിച്ചേ. വണ്ടിൻ്റെ സ്കോർപ്പിയോ ഇല്ലേ, ആരും അടിച്ചു മാറ്റി. ആരെന്ന് അറിയില്ല. ഇന്നലെ ആ സ്കോർപ്പിയോക്ക് പകരം ഞാൻ ജയിക്കാൻ സ്വന്തമാക്കാൻ പോവുക. യെസ്, ഞാനങ്ങനെ റേസ് ജയിച്ചേക്കാം കേട്ടോ. വെരി ഗുഡ് ദീപക്, നീ ഒരു നന്നായിട്ട് വണ്ടി ഓടിച്ചു. അടുത്തത് ആരാ? അടുത്തതാരെന്ന് പറയടാ. എന്താ എല്ലാത്തിനും മിണ്ടാട്ടം മുട്ടിപ്പോയോ? ഇതാ ആരാവൻ? ധ്രുവ തന്നെ. ധ്രുവത കേട്ടോ, വേഗം. ഓക്കെ ഗൈസ്, അടുത്ത എൻ്റെ ടേൺ കേട്ടോ. ഈ മത്സരത്തിൽ സെക്കൻഡ് എനിക്കാവണം. നമുക്ക് ഫസ്റ്റ് പിടിച്ച് അവന് വേണ്ടത് വണ്ടി കിട്ടും. ആ വണ്ടി എനിക്ക് തന്നെ വേണം. ദീപക്ക് ഏതാ വേണ്ട? ഒരാൾക്ക് മാത്രം ജയിക്കണ്ട. രണ്ടാമത്തെ റൗണ്ട് കിട്ടിയണം. രണ്ടാമത്തെ റൗണ്ട് കൂടി ജയിച്ചാൽ മനസ്സിലാക്കി വിളിക്കും. ഇതെന്തത്? ഞാൻ തന്നെ അടിക്ക് പോയല്ലോ. ഛേ, വേണ്ടായിരുന്നു. ബെസ്റ്റ്, എനിക്ക് തോന്നി 20 പോകുന്നു. ബാറ്ററി പെട്രോൾ പമ്പിലല്ലേ അടിച്ചേ. എൻ്റെ അമ്മച്ചി. അടുത്തതാരാ? അടുത്തതാരാണോ? അടുത്തത് ആയിരുന്നായിരിക്കും. ഇനി അതന്നെ ആറത്. അടുത്തത് ഈ തന്നെ അല്ലാണ്ടാരി ഇപ്പം ശരി തരാം. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ കൊണ്ടുവന്നതല്ലേ മറ്റേ ടാർസൻ്റെ ബ്ലാക്ക് കളർ കാറാ. നിങ്ങൾക്ക് പിന്നെ അറിയാലോ, കഴിഞ്ഞ കോസ്റ്റ് റൈഡർ ബൈക്കിൽ ഞാൻ കോസ്റ്റ് റൈഡർ വെച്ച് ഓടിച്ചത് ബൈക്ക് ബ്ലാക്ക് കളറായിരുന്നു. എൻ്റെ അമ്മച്ചി ഇപ്പം ആ ബ്ലൈഡ് കൊണ്ടിരിക്കല്ലേ. വേണ്ട 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 വേണ്ട. അയ്യോ, ഞാൻ പോയേ. എൻ്റെ അമ്മച്ചി. ബെസ്റ്റ്, എന്നെക്കാളും മുമ്പ് അത് സാധനം പോയി. എൻ്റെ അമ്മച്ചി. ഇതെന്നത്? ഞാൻ പാത്താളത്തേക്ക് പോയി. എൻ്റെ അമ്മ. അങ്ങനെ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അടുത്താരാ? അടുത്തത് അടുത്ത ആറാ. അടുത്തത് ഫക്കീമാണ് സാറേ. ഫക്കീമല്ലോ പോയല്ലേ. ഫക്കീമ ശരിക്കും ഫക്കീമാണെന്ന് തോന്നുന്നു. ഫക്കീമേ, നീ വാടാ. സാറേ. ഓക്കെ ഗൈസ്, അടുത്ത ഞാനാണ് കേട്ടോ. ഇനി ഞാൻ ജയിക്കുന്നതാണോ നോക്കണ്ടത്.
മിക്കവാറും ഞാനിന്ന് തോക്കും. തോക്കില്ല, പതുക്കെ പോയാൽ മതി. ഞാൻ പതുക്കെ പോണുള്ളൂ. എടാ അബി, എന്ത് പതുക്കെ പോള്? കുറച്ചുകൂടെ സ്പീഡിൽ പോളേ. അതൊക്കെ ഞാൻ പൊക്കോളാം. വേണ്ട 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 വേണ്ട. ഓ ഭാഗ്യം. എടാ തനിക്ക് തീർത്തിട്ടുണ്ടെങ്കിൽ, എടാ സഞ്ജയ്, നീ തോറ്റില്ല, പിന്നെ എന്തിനാ ഞാൻ പതുക്കെ പോകാൻ പറയുന്നത്? അല്ല, ഈ റേസ് ഫുൾ കംപ്ലീറ്റ് ആക്കാൻ. ആഹാ, ഈ തൽക്കാലം കംപ്ലീറ്റ് ആക്കണ്ട. ഞാൻ പതുക്കെ പോകത്തുള്ളൂ, എൻ്റെ ഇഷ്ടം. ഒരേ ഡീരിയും വണ്ടിയുടെ പാർട്സ് തെറിക്കുന്നുണ്ട്. ഐ മീൻ സ്ക്രാച്ച്. അത് കുഴപ്പമൊന്നുമില്ല, ജയിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അയ്യോ, എൻ്റെ വണ്ടിയൊന്നുമല്ലത്, എല്ലാവരുടെ വണ്ടിയല്ലേ. പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ കുഴപ്പമൊന്നുമില്ലെന്ന് അവർ പറയത്തുള്ളൂ. ഇവിടുത്തെ ആൾക്കാർ കൊണ്ടുപോകും. യെസ് യെസ്, അങ്ങനെ തന്നെ കൂട് വീട് കൂട്ടെ. യെസ്, ഞാനങ്ങനെ ജയിച്ചേക്കാളുണ്ട്. എനിക്കറിയായിരുന്നു ഞാൻ റേസ് ജയിക്കുന്നത്. അതും എൻ്റെ ഡയമണ്ട് വണ്ടി. പക്ഷെ സിൽവർ ആട്ടോ കിട്ടാൻ പോണെങ്കിൽ ഞാൻ സെക്കൻഡായേ. അത് വേണ്ടായിരുന്നു. അടുത്തതാരായിരിക്കും? ആദ്യം പോയി. അപ്പം അടുത്തത് ആരും ഇല്ലേ? ആരുമില്ലേ? മറ്റവൻ അൻസിലി. ശരിയാ, അൻസിലാണ്. അൻസിലേ, വേഗം പൊക്കോ. ഓക്കെ ഗൈസ്, അടുത്ത ഞാനാട്ടാ. ഞാൻ പിന്നെ ഏറ്റവും ലാസ്റ്റ്. എനിക്ക് ഏത് വണ്ടി അടിഞ്ഞ് കുഴപ്പമില്ല, പക്ഷേ അത് സൂപ്പർ കാറായിരിക്കണം. എടാ മണ്ട, ഈ വണ്ടിയിൽ ഈ റേസിൽ ജയിക്കുന്നവർക്ക് 3 തരം സൂപ്പർ കാർസാ. അതിനാരും അടിച്ചു മാറ്റാൻ പാടില്ല. അല്ല, അടിച്ചു മാറ്റിക്കോ, പക്ഷേ പറയാൻ പാടില്ല. അടിച്ചു മാറ്റണം, ഞാൻ പറഞ്ഞതാ. ആരടിച്ചു മാറ്റണം വണ്ടി? അയ്യോ, എനിക്ക് ഫസ്റ്റ് ആവണം. അല്ല സോറി, എനിക്ക് തേർഡ് ആവണം. എനിക്ക് എന്തെങ്കിലും ഒരു വണ്ടി കിട്ടുമല്ലോ. എനിക്ക് കല്ലിൻ്റെ അടിഞ്ഞ് കുഴപ്പമില്ല, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. എനിക്ക് ഏതാണെങ്കിലും കുഴപ്പമില്ല, ഏത് വണ്ടിയാലും. പക്ഷെ ഹൈ പവറിൻ്റെ പാടിക്കുന്ന വണ്ടി അടിക്കണം. ഞാൻ ജയിക്കുന്ന എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഞാൻ നേരെ പോയിട്ട് അവിടെ അടിക്കും. ഞാനെന്തായാലും തോക്കും. എടാ പിന്നെ എന്തിനാണ് നീ റേസിലേക്ക് കയറിയേ? ബെസ്റ്റ്. അതല്ല, ഞാൻ വിചാരിച്ചില്ല ഞാൻ തോക്കുന്നു. ഞാൻ എന്താ ജയിക്കാറായല്ലോ. ഒരു കുറച്ചും താഴെ പോയാൽ മതി, പിന്നെ ഞാൻ ജയിച്ചു. എന്നാലും ഇതെങ്ങനെ? അന്ന് ഞാൻ തോറ്റല്ലോ. എടാ, അന്ന് ബൈക്കിൻ്റെ ആയിരുന്നു, നീ പക്ഷെ കാറില്ലേ ജയിച്ചേ. എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇത് സത്യമാണോ? എൻ്റെ പൊന്നെ, എനിക്ക് പ്രാന്ത് പിടിക്കുക. പ്രാന്താ? എൻ്റെ വണ്ടി അടിച്ച് പൊളിക്കാൻ പോവാ. എടാ, നീ ജയിച്ചത് ആ വണ്ടി കാരണ. നീ അതിനാണ് ഊട്ടി പൊളിക്കാൻ പോകുന്നത്. ചുമ്മാ അറിയടാ, സന്തോഷത്തിന് എൻ്റെ ഗണ്ണൊക്കെ പോയി, എൻ്റെ ചില്ലിൻ്റെ തകർക്ക് പോകുമ്പോ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എവിടെ എൻ്റെ വണ്ടികൾ? പക്ഷെ എൻ്റെ മോനെ, ഇതെന്തത്? ഇന്ത്യൻ കാർസ് ആണല്ലോ, കൊള്ളാം. അപ്പോൾ ഡയമണ്ട് ഫോർച്യൂണർ ദീപക്കിൻ്റെ, സിൽവർ ലെജൻഡറിൻ്റെ, പിന്നെ ഈ ഒരു ഗോൾഡൻ വണ്ടി, ഗോൾഡൻ മഹീന്ദ്ര താറ് നമ്മുടെ അൻസിലിൻ്റെ. അപ്പോൾ ഈ റേസിൽ വിൻ ചെയ്തത് നമ്മുടെ ദീപക്കാണ് കേട്ടോ. ദീപക്ക് കൺഗ്രാജുലേഷൻസ്. അതൊക്കെ അത്ര ഉള്ള കണ്ട ഓരോ ഒറ്റ വീഴ്ചയിലേ എവിടെ എത്തിയത്. അല്ല, കുറേ വീഴ്ചെത്തി. അല്ല പിന്നെ ഷോ അടിക്കാൻ വന്നേക്ക്. നമുക്കപ്പോൾ ഈ ലെജൻഡർ എടുത്തുകൊണ്ട് വേഗം പോവാം. എൻ്റെ വണ്ടി അടിച്ചോണ്ട് പോയിട്ട് പോകാൻ നോക്കാളോ? അല്ല, ഞാൻ ചുമ്മാ കയറിയതാ. ഞാൻ പിന്നെ ഒന്ന് ചുമ്മാ കയറി നോക്കിയതാ. ഞാൻ എൻ്റെ വണ്ടി കയറിക്കോളാം. പൊന്നെ, ഇതെന്തത്? എൻ്റെ വണ്ടി ദൂരെത്തിയോ? എൻ്റെ വണ്ടി മാഞ്ഞു പോയാവോ? എന്നാലും ഇതെന്തോ പരിപാടി? പറ്റിച്ചനി പറ്റിക്കാൻ ചാൻസ് ഇല്ല. ഇതേപോലത്തെ തരത്തിലുള്ള വണ്ടികൾ ആദ്യമായിട്ടല്ലേ കിട്ടണത്, അതുകൊണ്ടാവും. ഇത് നോക്കാം. എൻ്റെ ഡയമണ്ട് അല്ല, എൻ്റെ സിൽവറാ. അതൊന്നും കേട്ടോ. അത്രയ്ക്കായ ഇപ്പം ശരി തരാം. എടാ, ഞാൻ കാണിക്കാൻ പോവാ. ഈ വണ്ടിനെ കുറഞ്ഞ പറ്റി തുടങ്ങിയിട്ടുണ്ട്.
എൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്നെ പേര് ഇങ്ങോട്ട് പോവുക. എടാ എൻ്റെ വണ്ടികളൊന്ന് മാറ്റട്ടെ. എടാ നിങ്ങളുടെ വണ്ടി മാറ്റണമെങ്കിൽ മാറ്റിക്കോ. എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല ഇനി. ഞാനത് കത്തികളയും പോവാ. എടാ വേണ്ട, നിന്റെ വണ്ടിയൊക്കെ മാറ്റി ആദ്യം കേട്ടാ. ആ ശരിയാടാ. നമ്മളങ്ങനെ ഫോർച്യൂണർ അടുത്ത സ്ഥലം ഇട്ടേക്കാട്ടോ. നമ്മളെ വണ്ടി പിന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. അതും കൂടെ കത്തിച്ചളഞ്ഞാലോ? വേണ്ട, അവന്മാർ കുറേ ദിവസം എനിക്കൊരു വണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് ആ വണ്ടിയും കൊടുത്തോളൂ. അപ്പോൾ ഇതുള്ള വീഡിയോ ബൈ ബൈ.